സെറ്റ്സിൽ ചോദിച്ചിട്ടുള്ള ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് ഇത്. എ എന്ന് പറയുന്ന ഒരു സെറ്റ് തന്നിട്ടുണ്ട്. n ബിലോങ്സ് ടു നാച്ചുറൽ നമ്പർ, n ഇസ് എ 3 ഡിജിറ്റ് നമ്പർ. ദെൻ സെറ്റ് ബി തന്നിട്ടുണ്ട്. സെറ്റ് ബിക്ക് അകത്തുള്ള നമ്പേഴ്സിൻ്റെ ഫോം 9k+2 എന്നാണ്. k ബിലോങ്സ് ടു നാച്ചുറൽ നമ്പർ. ആൻഡ് സെറ്റ് സി തന്നിട്ടുണ്ട്. 9k+l ആണ്. k ബിലോങ്സ് ടു നാച്ചുറൽ നമ്പർ എന്ന് പറയുന്നുണ്ട്. എല്ലിൻ്റെ വാല്യൂ 0 to 9 ഇടയ്ക്കാണ്. ഇഫ് ദ സം ഓഫ് all the elements of the set A intersection B union C is 274 into 400, then L is equal to. ഇതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യം A intersection B union C ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ A intersection B union C നെ നമുക്ക് A intersection B യൂണിയൻ എ ഇൻ്റർസെക്ഷൻ സി എന്ന് എഴുതാം. എ ഇൻ്റർസെക്ഷൻ ബി എന്താണെന്ന് ആദ്യം നോക്കാം. എ എന്ന് പറയുന്നത് നാച്ചുറൽ നമ്പേഴ്സാണ്, 3 ഡിജിറ്റ് ആണെന്നും പറയുന്നുണ്ട്. ബി എന്ന് പറയുന്ന സെറ്റിലെ നമ്പേഴ്സിൻ്റെ ഫോം 9k+2 ആണ്. കെ എന്ന് പറയുന്നത് നാച്ചുറൽ നമ്പർ ആണെന്നും പറയുന്നുണ്ട്. അപ്പോൾ സെറ്റ് എക്കകത്ത് 100 തൊട്ട് 101, 102 അങ്ങനെ അപ് ടു ഇൻഫിനിറ്റി വരെയുള്ള 3 ഡിജിറ്റ് നമ്പേഴ്സാണ്. സോറി ഇൻഫിനിറ്റി വരെയല്ല, അപ് ടു 999 വരെയുള്ള 3 ഡിജിറ്റ് നമ്പേഴ്സാണ് സെറ്റ് എക്കകത്ത് ഉണ്ടാവുക. ദെൻ സെറ്റ് ബിക്കകത്തുള്ള നമ്പേഴ്സിൻ്റെ ഫോം 9k+2 ആണെന്ന് പറയുന്നുണ്ട്. k ബിലോങ്സ് ടു നാച്ചുറൽ നമ്പർ എന്നും പറയുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ നമ്പർ ഇവിടെ 9 into 1+2, ദെൻ 9 into 2+2 എക്സെട്ര അപ് ടു ഇൻഫിനിറ്റി വരെയുള്ള നമ്പേഴ്സാണ് സെറ്റ് ബിക്കകത്ത് ഉണ്ടാവുക. ദെൻ അടുത്തത് സെറ്റ് സി പറയുന്നുണ്ട്. സിക്കകത്തും 9k+l എന്ന് പറയുന്ന ഫോമിലാണ് നമ്പേഴ്സ് ഉള്ളത്. കെ നാച്ചുറൽ നമ്പർ ആണെന്ന് പറയുന്നുണ്ട്. ആൻഡ് എല്ലിൻ്റെ വാല്യൂ 0 to 9 വരെയാണെന്നും പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ വരുന്ന സമയത്ത് കെയുടെ വാല്യൂ നാച്ചുറൽ നമ്പറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. സോ 9 into 1+l, ദെൻ 9 into 2+l അങ്ങനെ ഇൻഫിനിറ്റി വരെയുള്ള നമ്പേഴ്സ് ഇവിടെ ഉണ്ടാവും. അതേപോലെ തന്നെ ഇവിടെയും മാറും. അതായത് 9 into 1+l എന്നുള്ളത് എല്ലിൻ്റെ വാല്യൂവും 0 to 9 വരെ വേരി ചെയ്യുന്നുണ്ട്. ദെൻ ഇവിടുന്ന് നമുക്ക് എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുമ്പോൾ ഇതിനും കോമൺ ആയിട്ടുള്ള നമ്പേഴ്സ് ആയിരിക്കും. അപ്പോൾ എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുമ്പോൾ അതൊരു 3 ഡിജിറ്റ് നമ്പർ ആയിരിക്കും. അതേപോലെ തന്നെ 9k+2 എന്ന് പറയുന്ന ഫോമിലുള്ള 3 ഡിജിറ്റ് നമ്പർ ആയിരിക്കും എ ഇൻ്റർസെക്ഷൻ ബിക്കകത്ത് ഉണ്ടാവുക. 9k+2 എന്ന് പറയുന്ന ഫോമിലുള്ള 3 ഡിജിറ്റ് നമ്പേഴ്സാണ് ഏതിലുള്ളത്? എ ഇൻ്റർസെക്ഷൻ ബിക്കകത്ത് ഉള്ളത്. അപ്പോൾ 9k+2 എന്ന് പറയുമ്പോൾ 3 ഡിജിറ്റ് നമ്പർ ആണെന്ന് പറയുമ്പോൾ 9k+2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 100 ആയിരിക്കും. അതേപോലെ തന്നെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 999 ആയിരിക്കും. ഓക്കെ. സോ 9k എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 997 ദിസ് വൺ 9k ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 98 എന്നും വരും. ദാറ്റ് ഈസ് 9k ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 997/9 ആൻഡ് ദിസ് 9k ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 98/9 എന്നും വരും. സോ k ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇത് ചെയ്യുമ്പോൾ 110 പോയിൻറ്റ് സംതിങ് എന്നാണ് കിട്ടുന്നത്. ഇവിടെ ഇത് ചെയ്യുന്ന സമയത്ത് 10 പോയിൻറ്റ് സംതിങ് എന്നും കിട്ടും. അപ്പോൾ കെ എന്ന് പറയുന്നത് നാച്ചുറൽ നമ്പർ ആണെന്ന് പറയുന്നുണ്ട്. സോ കെയുടെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
11 തൊട്ട് സ്റ്റാർട്ട് ചെയ്യും. 11, 12 എക്സെട്ര അപ് ടു 110 വരെയാണ് വരുന്നത്. ഓക്കെ. സോ എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുന്ന ആ ഒരു സെറ്റിനകത്ത് അപ്പോൾ 9 ഇൻറ്റു 11 പ്ലസ് 2, ദെൻ 9 ഇൻറ്റു 12 പ്ലസ് 2, 9 ഇൻറ്റു 13 പ്ലസ് 2 എക്സെട്ര അപ് ടു 9 ഇൻറ്റു 110 പ്ലസ് 2. ഇത്രയും നമ്പേഴ്സാണ് ഇവിടെ ഉണ്ടാവുക. ഓക്കെ. അപ്പോൾ ഇവിടെ എന്താണ് 11 നിന്ന് സ്റ്റാർട്ട് ചെയ്ത് 110 വരെയുള്ള നമ്പേഴ്സാണ്. അപ്പോൾ 11 തൊട്ട് 100 വരെ എന്ന് പറയുമ്പോൾ 90 നമ്പേഴ്സ്, ദെൻ 101 തൊട്ട് 110 വരെ 10 നമ്പേഴ്സ്, അങ്ങനെ ടോട്ടൽ 100 ടേംസ് ആണ് ഇവിടെ ഉണ്ടാകുന്നത്. സോ 9 ഇൻറ്റു ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 11 പ്ലസ് 12 പ്ലസ് എക്സെട്ര അപ് ടു 110 പ്ലസ് 2 എന്ന് പറയുന്നതും 100 ടൈംസ് ആണ്. സോ 2 ഇൻറ്റു 100 ആയിരിക്കും. സോ ഇവിടെ ഇതിൻ്റെ സമ്മേഷൻ എടുക്കുമ്പോൾ ഇതൊരു എ പി ആണ്. അതിൻ്റെ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 11ഉം ലാസ്റ്റ് ടേം എന്ന് പറയുന്നത് 110ഉമാണ്. ടോട്ടൽ 100 ടേംസ് ആണ് ഇവിടെ ഉള്ളത്. 100 ടേംസ് ആണ് ഇതിനകത്തുള്ളത്. സോ നമുക്ക് ഇതിനെ 9 ഇൻറ്റു ഇതിൻ്റെ സമ്മേഷൻ 100/2 ഇൻറ്റു ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം ആണ് ഇതെഴുതി, പ്ലസ് 200 എന്ന് എഴുതി. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്നത് 450 ഇൻറ്റു 121 പ്ലസ് 200 എന്നാണ് ഇതിൻ്റെ ടോട്ടലായിട്ടുള്ള സമ്മേഷൻ എടുക്കുമ്പോൾ, അതായത് എസ് ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയുമാണ് നമുക്ക് കിട്ടുന്നത്. ടോട്ടൽ എ ഇൻ്റർസെക്ഷൻ ബിയിൽ ഇത്രയും എലമെൻറ്റ്സ് ഉണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ. ദെൻ എ ഇൻ്റർസെക്ഷൻ ബി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി നമുക്ക് നോക്കാനുള്ളത് എ ഇൻ്റർസെക്ഷൻ സി ആണ്. എ ഇൻ്റർസെക്ഷൻ സി നോക്കുമ്പോഴും 9k പ്ലസ് എൽ എന്ന് പറയുന്ന ഫോമിലുള്ളതായിരിക്കും നമ്പേഴ്സ് വരുന്നത്. അത് 3 ഡിജിറ്റ് നമ്പേഴ്സ് ആയിരിക്കും. 9k പ്ലസ് എൽ എന്ന് പറയുന്ന ഫോമിലെ നമ്പേഴ്സ് ആയിരിക്കും 3 ഡിജിറ്റ് നമ്പേഴ്സ് ആയിരിക്കും എ ഇൻ്റർസെക്ഷൻ സിക്കകത്ത് വരിക. രണ്ടിലും കോമൺ ആയിട്ടുള്ള നമ്പേഴ്സാണ് എഴുതാനുള്ളത്. അപ്പോൾ നമ്മളിവിടെ എഴുതുമ്പോൾ എ ഇൻ്റർസെക്ഷൻ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9k പ്ലസ് എൽ എന്ന് പറയുന്ന ഫോമിലായിരിക്കും നമ്പേഴ്സ് വരിക. അതേപോലെ തന്നെ അത് 3 ഡിജിറ്റ് നമ്പർ ആയിരിക്കും. അതിൻ്റെ ഇൻ്റർസെക്ഷൻ ആണല്ലോ എടുക്കുന്നത്. അപ്പോൾ സെറ്റ് എയ്ക്കകത്ത് 3 ഡിജിറ്റ് നമ്പേഴ്സേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഇൻ്റർസെക്ഷൻ എടുക്കുന്ന സമയത്ത് 3 ഡിജിറ്റ് നമ്പേഴ്സാണ് എ ഇൻ്റർസെക്ഷൻ സിക്കകത്ത് വരുന്നത്. ഇനി എല്ലിൻ്റെ വാല്യൂ ഇവിടെ പറഞ്ഞത് 0 തൊട്ട് 9 വരെയാണെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ രണ്ടെണ്ണത്തിന് ഇൻ്റർസെക്ഷൻ എടുക്കുമ്പോൾ 3 ഡിജിറ്റ് നമ്പർ ആയതുകൊണ്ട് തന്നെ എല്ലിൻ്റെ വാല്യൂ ഈ ഒരു കേസിൽ നമ്മൾ ഇൻറ്റിജേഴ്സാണ് ഇവിടെ എടുക്കുക. എല്ലിൻ്റെ വാല്യൂ ഇൻറ്റിജേഴ്സ് ആയിരിക്കും ഇവിടെ എടുക്കുന്നുണ്ടാവുക. അതേപോലെ കെയുടെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ഡിജിറ്റ് നമ്പർ വരുന്ന കേസിൽ കെയുടെ വാല്യൂ 11ൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ 9 ഇൻറ്റു 11 പ്ലസ് എൽ എന്ന് വരും. പിന്നെയോ 9 ഇൻറ്റു 12 പ്ലസ് എൽ എക്സെട്ര അപ് ടു 9 ഇൻറ്റു 110 പ്ലസ് എൽ. ഇത്രയുമായിരിക്കും എ ഇൻ്റർസെക്ഷൻ സി എന്ന് പറയുന്ന സെറ്റിനകത്ത് ഉണ്ടാവുക. അപ്പോൾ ഇതിൻ്റെ സമ്മേഷൻ എടുക്കാനായിട്ട് പറയുമ്പോൾ എസ് ഓഫ് എ ഇൻ്റർസെക്ഷൻ സി എന്ന് പറയുന്നത് എത്രയായിരിക്കും? നേരത്തെ പോലെ തന്നെ 9 ഇൻറ്റു 11 പ്ലസ് 12 പ്ലസ് എക്സെട്ര അപ് ടു 110 പ്ലസ് ഈ എൽ എന്ന് പറയുന്നത് 100 ടൈംസ് ആണ്. സോ 100 ഇൻറ്റു എൽ എന്ന് വരും. നേരത്തെ പോലെ തന്നെ ഇവിടെ 450 ഇൻറ്റു 121 പ്ലസ് 450 ഇൻറ്റു 121 പ്ലസ് 100 എൽ എന്ന് കിട്ടും. സോ ടോട്ടലായിട്ട് ഇത്രയുമാണ് ഉണ്ടാവുക. ഓക്കെ. ഇനി അടുത്തത് എ ഇൻ്റർസെക്ഷൻ ബി ഇൻ്റർസെക്ഷൻ എ ഇൻ്റർസെക്ഷൻ സി ആണ്. ഓക്കെ. എ ഇൻ്റർസെക്ഷൻ ബി ഇൻ്റർസെക്ഷൻ എ ഇൻ്റർസെക്ഷൻ സി ആണ്. അത് രണ്ട് രീതിയിലായിരിക്കും. ഒന്നാമത്തത് എൽ എന്ന് പറയുന്നത് 2 ആവുന്ന കേസാണെന്ന് ഇരിക്കട്ടെ. ഓക്കെ. എൽ 2 ആവുന്ന കേസും ഉണ്ടാവും. എൽ ഇസ് നോട്ട് ഇസ് ഈക്വൽ ടു 2 ആവുന്ന കേസും ഉണ്ടാവും. എൽ 2 ആണെന്ന് ഇരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ എന്താണ്? ഈ എ ഇൻ്റർസെക്ഷൻ സിയും എ ഇൻ്റർസെക്ഷൻ ബിക്കകത്തും 9k പ്ലസ് 2 എന്ന് പറയുന്ന ഫോമിലുള്ള എലമെൻറ്റ്സ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ രണ്ട് സെറ്റും
ഒരുപോലത്തെ സെറ്റ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഇൻ്റർസെക്ഷൻ എന്ന് പറയുന്നത് അതേ സെറ്റ് തന്നെയായിരിക്കും. അതേപോലെ അതിൻ്റെ യൂണിയൻ എടുക്കുന്ന സമയത്തും നമുക്ക് സെയിം സെറ്റ് തന്നെയാണ് കിട്ടുന്നത്. അതായത് എ ഇൻ്റർസെക്ഷൻ ബി ഇൻ്റർസെക്ഷൻ എ ഇൻ്റർസെക്ഷൻ സി എന്ന് പറയുന്നത് നമുക്ക് എ ഇൻ്റർസെക്ഷൻ ബി എന്ന് തന്നെ കിട്ടും. അതേപോലെ തന്നെ ഈ രണ്ട് സെറ്റും ഈക്വൽ ആണെന്ന് ഇരിക്കട്ടെ. രണ്ട് സെറ്റും ഈക്വൽ ആണെങ്കിൽ അതിൻ്റെ യൂണിയൻ എടുക്കുമ്പോഴും എ ഇൻ്റർസെക്ഷൻ ബി യൂണിയൻ എ ഇൻ്റർസെക്ഷൻ സി എന്ന് പറയുന്നത് സെയിം എ ഇൻ്റർസെക്ഷൻ ബി എന്നാണ് കിട്ടുക. ഓക്കെ, അപ്പോൾ ഈ കേസ് വരുന്ന സമയത്ത് എസ് ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി യൂണിയൻ എ ഇൻ്റർസെക്ഷൻ സി എന്നുള്ളത് ഇതായിരിക്കും കിട്ടുക. അതായത് എസ് ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എന്നായിരിക്കും കിട്ടുക. നേരത്തെ നമ്മൾ എസ് ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി കണ്ടുപിടിച്ചായിരുന്നു. എന്താണ് കണ്ടുപിടിച്ചത്? എ ഇൻ്റർസെക്ഷൻ ബി കണ്ടുപിടിച്ചത് 450 × 121 + 200 എന്നാണ്. അപ്പോൾ ഇതിവിടെ 450 × 121 + 200 എന്നാണ് കണ്ടുപിടിച്ചത്. അപ്പോൾ നമുക്കിവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് എ ഇൻ്റർസെക്ഷൻ ബി യൂണിയൻ സി, അതായത് ഇതിൻ്റെ സം എന്ന് പറഞ്ഞാൽ 274 × 400 എന്ന് പറയുന്ന ഫോമിലാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ 274 × 400 എന്ന ഫോമിലാണ് ഇവിടെ വരേണ്ടത്. പക്ഷേ ഇവിടെ എൽ എന്ന് പറയുന്നത് 2 എടുക്കുന്ന സമയത്ത് ഇതാണ് നമുക്കിവിടെ കിട്ടുക. ഇതൊരിക്കലും ഇതിന് ഈക്വൽ അല്ല. സോ നമ്മൾ L = 2 അല്ല ഇവിടെ വരുന്നത്. ഇനി L 2 അല്ലാത്ത കേസ് എടുത്ത് നോക്കുക. L 2 അല്ലാത്ത കേസ് എടുക്കുമ്പോൾ എസ് ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി യൂണിയൻ എ ഇൻ്റർസെക്ഷൻ സി എന്ന് പറയുന്നത് എസ് ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി പ്ലസ് എസ് ഓഫ് എ ഇൻ്റർസെക്ഷൻ സി പ്ലസ് എസ് ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഇൻ്റർസെക്ഷൻ എ ഇൻ്റർസെക്ഷൻ സി ആണ്. സോ പ്ലസ് അല്ല, ഇവിടെ മൈനസ് ആണ് വരുന്നത്. മൈനസ് എ ഇൻ്റർസെക്ഷൻ സി എന്നാണ് ഈ ഫോമുല വരുന്നത്. അപ്പോൾ ഇവിടെ ഇതിന് രണ്ടിനും കോമൺ ആയിട്ട് L 2 അല്ലെങ്കിൽ ഇതിന് രണ്ടിനും കോമൺ ആയിട്ട് ഒരു എലമെൻസും ഉണ്ടാവില്ല. ബിക്കോസ് എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുന്ന സെറ്റിനകത്ത് 9K + 2 ഫോമിലെ എലമെൻറ്റ്സ് ആയിരിക്കും. ആൻഡ് എ ഇൻ്റർസെക്ഷൻ സി എന്ന് പറയുന്ന സെറ്റിനകത്ത് 9K + L എന്ന് പറയുന്ന ഫോമിലെ എലമെൻറ്റ്സ് ആയിരിക്കും. അതിനകത്ത് തന്നെ L എന്ന് പറയുന്നത് നോട്ട് = 2 എന്ന് പറയുന്നുണ്ട്. സോ L ≠ 2 ആയതുകൊണ്ട് ഈ രണ്ട് സെറ്റിനകത്തും കോമൺ ആയിട്ട് എലമെൻറ്റ്സ് ഉണ്ടാവില്ല. സോ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് സെറ്റും എന്ന് പറഞ്ഞാൽ ഇൻ്റർസെക്ഷൻ എടുക്കുമ്പോൾ നമുക്ക് 5 ആയിരിക്കും കിട്ടുക. സോ ടോട്ടലായിട്ട് ഇവിടെ അതിലെ എലമെൻസിൻ്റെ സം എടുക്കുമ്പോൾ ഇവിടെ 0 ആണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത് വരും? ടോട്ടൽ സം എന്ന് പറഞ്ഞാൽ എ ഇൻ്റർസെക്ഷൻ ബിയിലെ സമ്മും എ ഇൻ്റർസെക്ഷൻ സിയിലെ സമ്മും ആഡ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ എ ഇൻ്റർസെക്ഷൻ ബിയിൽ നമുക്ക് എത്ര സമ്മുണ്ട്? എ ഇൻ്റർസെക്ഷൻ ബിയിലെ സമ്മാണ് 450 × 121 + 200. അതേപോലെ തന്നെ എ ഇൻ്റർസെക്ഷൻ സിയിലെ സമ്മാണ് 450 × 121 + 100L വിച്ച് ഈസ് ഈക്വൽ ടു 274 × 400 എന്ന് പറയുന്നുണ്ട്. 274 × 400 എന്ന് പറയുന്നുണ്ട്. ദെൻ ഇവിടെ നിന്ന് നമുക്ക് 450 കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ 121 + 121 = 242 ആണ്. പ്ലസ് 200 ഇതിനകത്തുനിന്ന് 100 നമ്മൾ കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ 100 × L + 2 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 274 × 400 എന്ന് കിട്ടും. ഓക്കെ, ഇനി ഇതിനെ എന്ത് ചെയ്യണം? ഈ 450നെ ഞാൻ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ എനിക്കിവിടെ 900 കിട്ടും. അപ്പം 900 × ഇവിടെ 242/2 ചെയ്യുമ്പോൾ 121 കിട്ടും. ദെൻ 100 × L + 2 കിട്ടും വിച്ച് ഈസ് ഈക്വൽ ടു 274 × 400 ആണ്. സോ ഇതിൽ നിന്ന് നമുക്ക് 100 ക്യാൻസൽ ചെയ്യാനായിട്ട് പറ്റും. 100 ക്യാൻസൽ ചെയ്യുമ്പോൾ 9 × 121 + L + 2 is equal to 274 × 4 എന്ന് കിട്ടും. 274 × 4 എന്നാണ് ഇവിടെ കിട്ടുന്നത്. ദെൻ 121 × 9 എന്ന് പറയുമ്പോൾ 9 × 2 18, then 9 + 1 10, 1089
പ്ലസ് 2 പ്ലസ് എൽ എന്ന് വരും, വിച്ച് ഇസ് ഈക്വൽ ടു 4 ഇൻറ്റു 4 16, 6, 7 ഇൻറ്റു 4 28, പ്ലസ് 1 29, so 2 ഇൻറ്റു 4 8, 8 പ്ലസ് 2 10. So L is equal to 1096 minus 1091 എന്ന് കിട്ടും, വിച്ച് ഇസ് ഈക്വൽ ടു 5. അപ്പോൾ നമ്മൾ ഈ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിലെ ആൻസർ എന്ന് പറയുന്നത് 5 ആണ്.